ഓർമ്മയുമായി ബന്ധപ്പെട്ട് സ്മൃതിനാശം, മേധാക്ഷയം എന്നൊക്കെ വിളിക്കപ്പെടുന്ന രോഗാവസ്ഥകൾ നേരിടുന്ന വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുന്ന അവസരത്തിൽ അവയെ ശാസ്ത്രീയമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശീലനം നൽകിയ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന വയോജനങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടുന്ന എല്ലാവിധ പിന്തുണകളും നൽകുക എന്നുള്ളതാണ് ഓർമ്മത്തോണി എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിശീലന പ്രവർത്തനങ്ങളാണ് ഉടനെ ആരംഭിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന വയോമിത്രം പദ്ധതി 91 കേന്ദ്രങ്ങളിലാണ് ഉള്ളത്. ഈ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത്. വയോമിത്രം പ്രൊജക്റ്റിലെ വോളണ്ടിയർമാർക്കും ആശാപ്രവർത്തകർക്കും മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെയുള്ള പരിശീലനങ്ങളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഫെബ്രുവരി 2 മുതൽ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഫെബ്രുവരി 15 തിരുവനന്തപുരത്ത് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ വച്ചാണ് നടക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടെത്തുന്നതിനുള്ള സർവേ പ്രവർത്തനവും അവരുടെ പുനരധിവാസത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമായും ഏറ്റെടുക്കും. ഇത്തരത്തിലുള്ള അവസ്ഥകൾ നേരിടുന്നവരെ കണ്ടെത്തിയതിന് ശേഷം മെമ്മറി ക്ലിനിക്കുകളിലൂടെ ഓർമ്മ നിലനിർത്തി മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ ശാസ്ത്രീയമായ പരിചരണം കൊണ്ടും ചികിത്സ കൊണ്ടും വലിയ ഒരളവിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഡിമെൻഷ്യ ബാധിതരെ ശുശ്രൂഷിക്കുക, അവരെ എങ്ങനെയാണ് പരിചരിക്കുക, മറവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് എങ്ങനെയാണ് അവരെ പരിശീലിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഓർമ്മ എന്നുള്ളത് നിലനിർത്തി പോകാൻ എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിലെ എക്സ്പേർട്ടുകളും ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള റിസോഴ്സ് പേഴ്സൺസും ചേരുന്ന ക്ലാസ്സുകളിലൂടെ പഠിതാക്കളായി വരുന്ന കെയർ ഗിവർമാർക്കും അതുപോലെ നമ്മുടെ വയോമിത്രം പ്രൊജക്റ്റിലെ വോളണ്ടിയേഴ്സിനും ആശാപ്രവർത്തകർക്കുമൊക്കെ ആയിട്ട് നൽകി വരുന്നത്. അതിനുശേഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പ്രോജക്റ്റ് ആരംഭിക്കണമെന്നാണ് കരുതുന്നത്. ഈ വർഷം 91 ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റിനായിട്ട് ലഭ്യമായിരിക്കുന്നത്. പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ട് പരിശീലന ക്ലാസുകൾ ഉടനെ ആരംഭിക്കുകയാണ്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ 2 തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഈ വർഷം തന്നെ നടപടി സ്വീകരിക്കുന്നതാണ്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓർമ്മത്തോണിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വയോജനങ്ങളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, വികസിത മുതലാളിത്തത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കൂ, വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അവഗണിതരാകുന്ന നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയായിരിക്കും ഓർമ്മത്തോണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പദ്ധതിയുടെ സംഘാടനത്തിനും അതിൻ്റെ നല്ല നിലയിലുള്ള മുന്നോട്ടു പോക്കിനും ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്ന ആശയം
ഓർമ്മത്തോണിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏവരും ഒപ്പമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.